പക്ഷേ സജീദ് ഖാലിദ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് SDPI ആണ്. അത് CPM-കാരൊക്കെ വലിയ വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ നിലമ്പൂരിൽ SDPI മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് പ്രകടനം നടത്താനുള്ള ചാൻസ് ഇല്ല. നിലമ്പൂരിൽ ആദ്യം പ്രകടനം നടത്താനുള്ള ചാൻസ് നിങ്ങൾക്കായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF-ന് പിന്തുണച്ചല്ലോ. ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം വെച്ചിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രകടനം നടത്തുക ഒന്നുമല്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഞാൻ അഭിലാഷിന് ഒരു ഫേസ്ബുക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് അത് CPM-ന്റെ മുൻ പോളിറ്റ് ബ്യൂറോ അംഗം, പശ്ചിമ ബംഗാൾ മുൻ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ അദ്ദേഹം വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള വ്യത്യസ്ത പാർട്ടികളുമായി നടത്തിയിട്ടുള്ള ഒരു സംയുക്ത റാലിയുടെ പൗരത്വ പ്രക്ഷോഭത്തിൻ്റെയാണ് ഒരു വീഡിയോയാണ്. അദ്ദേഹത്തിൻ്റെ വാളിൽ ഇപ്പോഴുള്ള നിലവിൽ ഉള്ള ഒരു ലിങ്കാണ്. വേണമെങ്കിൽ ഇനിയും അയച്ചു തരാം അത്തരത്തിലുള്ള ലിങ്ക്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈ ഈസ്റ്റ് മണ്ഡലത്തിൽ മത്സരിച്ച ഇപ്പോഴത്തെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വാസുകി, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബൃന്ദ കാരാട്ടും അന്നത്തെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സിക്കന്ദറും ഒന്നിച്ച് വേദി പങ്കിട്ട ചിത്രമോ വീഡിയോ അയച്ചു തരാം. അത്തരത്തിൽ നിരവധിയുണ്ട്. കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല CPM-ഉം വെൽഫെയർ പാർട്ടിയും. അതുകൊണ്ട് CPM പ്രതിനിധി ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയൊക്കെ പഠിപ്പിക്കണം. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുർഷിദാബാദിൽ ആരായിരുന്നു? കേരളത്തിന് പുറത്ത് വെൽഫെയർ പാർട്ടിയും CPM-ഉം സഹകരിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് കോൺഗ്രസും CPM-ഉം സഹകരിക്കുന്നുണ്ട്. പിന്നെയാണോ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അവരെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. പിന്നെ നിങ്ങൾ നല്ലവരാണെന്ന് അവർ പറയണോ? അല്ല, ഇതില് കോൺഗ്രസും പറഞ്ഞോളൂ. കോൺഗ്രസും CPM-ഉം തമ്മിൽ ഉള്ള ബന്ധം എന്നത് രാഷ്ട്രീയമായി നമുക്കറിയാം. കേരളത്തിൽ രണ്ട് മതേതര പാർട്ടികളാണ് കോൺഗ്രസും CPM-ഉം എന്ന് പറയുന്നത്. ഇവർ തമ്മിലാണ് മത്സരിക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത്തരത്തിൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ പറയുന്ന ന്യായമല്ലല്ലോ അതിൽ പറയുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് അവരെന്താ ന്യായം പറയുന്നത്? വർഗീയവാദികളാണ്, ഭീകരവാദികളാണെന്നാണല്ലോ. വർഗീയവാദിയും കോൺഗ്രസിനെ കുറിച്ച് അത് പറയില്ലല്ലോ. അത് അവർ വേറെ പൊളിറ്റിക്കൽ പ്രശ്നം മാത്രമാണല്ലോ. കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നത്. അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ മത്സരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മത്സരിക്കാനുള്ള ശേഷി CPM-നില്ല, ചിലയിടത്ത് കോൺഗ്രസിനുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ആണ് അവർ കോൺഗ്രസും CPM-ഉം ഒന്നായിട്ട് നിൽക്കുന്നത്. വെൽഫെയർ പാർട്ടിയെ പറ്റി ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, CPM നേതാവ് പറഞ്ഞ അങ്ങനെയല്ലല്ലോ. വെൽഫെയർ പാർട്ടി എന്തോ ഭീകരകക്ഷിയാണ്, വർഗീയ കക്ഷിയാണെന്നല്ലേ. അത് ഈ വെൽഫെയർ പാർട്ടി ഭീകരകക്ഷിയാണ്, വർഗീയ കക്ഷിയാണെന്ന് അവർ ആദ്യം അവരുടെ പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ പഠിപ്പിക്കട്ടെ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പഠിപ്പിക്കട്ടെ, മുഹമ്മദ് സലീമിനെ പഠിപ്പിക്കട്ടെ, പഠിപ്പിക്കട്ടെ, വാസുകിയെ പഠിപ്പിക്കട്ടെ. പിണറായി വിജയന്റെ അവരെ പഠിപ്പിച്ചിട്ട് വാ. അല്ല, ഇത് പിണറായി വിജയന്റെ ലേഖനം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പഠിപ്പിക്കൂ. നിങ്ങള് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പഠിപ്പിക്കൂ, മുഹമ്മദ് സലീമിനെ പഠിപ്പിക്കൂ. അല്ല, അതൊക്കെ കൃത്യമായിട്ട് അല്ല. അതെ, കലാപഭൂമിയിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊടുക്കുന്ന ഏത് ശക്തിയെയും ചെറുത്തുതോൽപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. പിണറായി സഖാവ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖംമൂടി വലിച്ചു കീറുക എന്ന ദൗത്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖംമൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും CPM-നുണ്ട് എന്നാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പഠിപ്പിക്കാനൊന്നും നിങ്ങളായിട്ടില്ല. കൃത്യമായ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കോൺഗ്രസും UDF ആയിട്ടുള്ള കൂട്ടുകെട്ട് വലിപ്പിക്കാൻ നോക്ക്. ഓഫീസിൽ പോയത് ആരുടെ മുഖംമൂടി വലിച്ചു കയറാനാണ്? പരിപോഷിപ്പിക്കാൻ നോക്ക്. എന്തുകൊണ്ടാണ്? ശരി, എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു മഹാസഭയും ഒക്കെ എത്തിയിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിലമ്പൂരിലെ ജനങ്ങൾ എന്താ പെട്ടെന്ന്
ആ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ജനങ്ങൾക്ക് ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടെന്നാ ശരി പറഞ്ഞത്. ശരി ശരി LDF ശരി ഓക്കെ അതെ, അതെ. ശരി, ഏതായാലും ജനങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ, എല്ലാ വിഷയങ്ങളും ചർച്ചയാവട്ടെ.